കുറച്ച് ടിഷ്യൂ പേപ്പറും ഒരു കാർഡ്ബോർഡിൻ്റെ പീസും എടുക്കാനുണ്ടോ? വെൽക്കം ടു ഡെസ്ക് മേക്ക് ഓവർ സീരീസ് പാർട്ട് 17. കാർഡ്ബോർഡിൻ്റെ പീസ് വേണ്ട സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാസ്കിംഗ് ടൈപ്പ് വെച്ച് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. അത് നന്നായിട്ട് കുതിരട്ടെ. ഇത് മതിയാവാത്തത് കാരണം ഞാൻ ഒരു ഗ്ലാസ്സിലും കൂടെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കാർഡ്ബോർഡ് ഞാൻ ചെറുതായിട്ടൊന്ന് വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. നന്നായി കുതിർന്നതിന് ശേഷം ടിഷ്യൂ പേപ്പേഴ്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഫെവിക്കോളും പിന്നെ വേണ്ട കളറും കൂടെ ഞാനൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. കളറും ഫെവിക്കോളും എല്ലാ പേപ്പേഴ്സിലും എത്തുന്ന രീതിക്ക് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കുള്ളൂ. ഇനി ഞാൻ കാർഡ്ബോർഡിൽ വേണ്ട ഡിസൈൻ ഒന്ന് റഫായിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ പുരുകൊക്കെ പ്ലക്ക് ചെയ്യുന്ന പ്ലക്കറാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം വേണ്ട രീതിക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ ബോർഡറിലെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ നടുക്കിൽ ഞാൻ സ്ട്രോബെറി ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഈ പെയിൽ പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്ത് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ കളർ അടിച്ചതിന് ശേഷം കുറച്ചും കൂടെയൊക്കെ ഒന്ന് വൃത്തിയായില്ലേ. അങ്ങനെ നമ്മുടെ റോസ് ടിഷ്യൂവിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത കളറായിട്ടുള്ള ഗ്രീനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ടിഷ്യൂ പേപ്പറും ഫെവിക്കോളും പിന്നെ ഗ്രീൻ കളറും കൂടെ യൂസ് ചെയ്തിട്ട് ഈ ഇലയുടെ ഭാഗം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ഞ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറും അതുപോലെ തന്നെ ഈ സ്ട്രോബെറിൻ്റെ മേലെയുള്ള ആ കുരുവിൻ്റെ ഭാഗമല്ലേ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ടിഷ്യൂ മിക്സ് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.